നിങ്ങൾ എവിടെ ചെന്ന് നോക്കിയാലും ഈ ചെടി നിങ്ങളൊന്ന് നോക്കുക. നിങ്ങൾ നോക്കുമ്പോൾ ഇത്രയും വലിയ ഇല പോലും അല്ലായിരിക്കും. ചെറിയ കാലങ്ങളിൽ നമ്മുടെ കൊച്ചു കുട്ടികളൊക്കെ മായ്ക്കാനായിട്ട് സ്ലേറ്റ് മായ്ക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന മസിത്തണ്ടാണ് കേട്ടോ, മസിത്തണ്ട്. ഇതാ വാവച്ചി പറയുന്നത് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് 250 രൂപയും കണ്ടാണ് സൈറ്റിനകത്ത് വിലയുള്ളതെന്ന്. ഈ ഐറ്റം കണ്ടോ? ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും സൈക്കോ സ്റ്റേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനും ചേട്ടനും കൂടെ വന്നിരിക്കുന്നത് ഒന്ന് പറമ്പ് ചുറ്റി കറങ്ങാനാണ്. നമ്മുടെ അനിയനൊക്കെ താമസിക്കുന്ന പുരയിടത്തിന്റെ അവിടുത്തെ ഒരു പറമ്പുണ്ട്. അപ്പൊ പറമ്പ് നമ്മൾ മൊത്തത്തിൽ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് ഇവിടെ എന്തെങ്കിലും ചെടികൾ കിട്ടുമോ നോക്കാം. എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. പോട്ടെ പോട്ടെ പോട്ടെ. ഇത് നമ്മള് സാധാരണ എല്ലായിടത്തും കണ്ടുവരുന്നതാണ്. പക്ഷെ ഇത് സൈസ് ഒന്നും ഇല്ലാണ്ട് വലിയ സൈസ് ഇല്ല, ചെറിയ സൈസിലെ തൈകൾ കുഞ്ഞൊക്കെ കണ്ടോ 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 അതിന്റെ ഇത് വേര്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ അവിടെയൊക്കെ നിൽക്കുന്നത് ഓവറായിട്ട് വയലേക്ക് വലുതായിട്ടാണ് നിൽക്കുന്നത്. ഇത് കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. മുമ്പ് നമ്മളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ജസ്റ്റ് ഒന്ന് ഇത് കണ്ടപ്പോൾ അതിനേക്കാളും ഇത് കൂടെ കൊള്ളാൻ തോന്നിയതുകൊണ്ട് ഇതൊന്ന് കാണിച്ചതാണ് കേട്ടോ. അതുകൂടാതെ പിന്നെ ഐറ്റം കാണുന്നതാണ് നിങ്ങൾ ഈ കണ്ടത് കണ്ടോ. ഇത് ചൊറിയണമെന്നുള്ള ഐറ്റമാണ്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടോ? അത് നമ്മളെ നടയൊന്നും ചെയ്യരുത്. ഇത് കണ്ടോ, ഇതിൻ്റെ പൂവൊക്കെ ഉണ്ട് ഇവിടെ. ഈ ഐറ്റം നിങ്ങൾ എവിടെയും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് നമുക്ക് മെൻഷൻ ചെയ്ത് നിങ്ങൾ പറഞ്ഞു അല്ലേ? നിങ്ങൾ കമൻറ്റ് ചൊറിയണം നിങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ളത്. ഈ ടൈപ്പ് ചൊറിയണമാണോ, വള്ളി ചൊറിയണമാണോ? പിന്നെ ഇതാ ഒരു ഐറ്റം ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ. ഇത് നമ്മുടെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ കൊച്ചു കുട്ടികളൊക്കെ മായ്ക്കാനായിട്ട് സ്ലേറ്റ് മായ്ക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന മസിത്തണ്ടാണ് കേട്ടോ, മസിത്തണ്ട്. മസിത്തണ്ട് ഇത് കണ്ടോ. പണ്ട് നമ്മൾ മസിയൊക്കെ മുക്കി വെക്കുമായിരുന്നു. നമ്മൾ നടാൻ വേണ്ടി എടുത്തല്ല, ഇത് കണ്ടപ്പോൾ ജസ്റ്റ് എടുത്താൽ ഇങ്ങനെ കീറി ഇങ്ങനെ സ്ലേറ്റിലൊക്കെ തേച്ച്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് അറിയുമെന്ന് അറിയത്തില്ല. കണ്ടോ അതിൻ്റെ ഒരു ഇത് കണ്ടോ, പൂവ് നല്ല രസമുണ്ട്. നമ്മൾ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ ഇന്ന് എടുത്തന്നേ ഉള്ളൂ. ഇവിടെ നിറച്ചുണ്ട് കേട്ടോ മസിത്തണ്ട്. പണ്ട് പരീക്ഷണങ്ങൾ ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ മസിയിൽ മുക്കിയിടുമ്പോൾ ഇതിന്റെ തണ്ടി കൂടെ ആ നീല മസിയൊക്കെ കയറി വരും. കാണുമായിരിക്കുമല്ലോ. ആ ഒരു കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരുന്നത് മസിയിലൊക്കെ മുക്കിയിടും. നമുക്ക് നേരെ പോവേണ്ടത് ഇവിടെ ഒരു ഒരു സാധനം കാണുന്നു. ഏതാണ്? കാണും. ഇതാണോ? ഇത് സാധാരണ രീതിയിൽ എനിക്ക് തോന്നുന്നത് ഇവിടെ അങ്ങ് ആയിപ്പോയതാണ്. ഇത് എല്ലായിടത്തും ഇതെന്ന് പറയുമ്പം പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷമാവും. പക്ഷെ മഴക്കാലം ആകുമ്പോൾ തല പൊങ്ങി വരുന്ന ഒരു ചെടിയാണ് കേട്ടോ. പറമ്പ് നിറയുന്ന ഒരു ചെടിയാണ്. ഇതിന്റെ പേര് സൺസെറ്റ് ബെൽസ് എന്നാണ് കേട്ടോ ഈ ഒരു ചെടിയുടെ പേര്. ഇത് ഇലയൊക്കെ ഇവിടെ ആയതുകൊണ്ടാണ് കേട്ടോ. ഇതിന് ഇലയൊക്കെ നല്ല കൂടെ ആയിരിക്കും കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഇട്ടുതരാമേ. ഇപ്പൊ നമ്മളിത് പ്ലാന്റ് കണ്ടിങ്ങിന്റെ ഭാഗത്ത് ഒരു പീസ് എടുത്തോ? അത് പിഴുതെടുത്താൽ വേണ്ട, ഒരു ചെറിയൊരു പീസ് എടുത്താൽ, ഒരു ചെറിയൊരു തൈ എടുത്താൽ അതെടുത്താൽ തണ്ട് പിടിക്കുന്നില്ല. അതിൻ്റെ ആവശ്യമുണ്ട്. വേരുണ്ട്. തണ്ട് മതിയല്ലേ? ഓക്കെ. ഇതിപ്പോൾ സാധാരണ എല്ലായിടത്തും ചെടിയായി. ഇതാ ഇവിടെ നോക്കിയാൽ ഇത് നോക്കിയത്. അതായത് ആടെ ഇവിടെ ഉണ്ട്. പിന്നെ അതുകൂടാതെ തോട്ടത്തിലേക്ക് കിടക്കുന്നുണ്ട്. അതാണ് ഇത് നമ്മളെ റബ്ബർ തോട്ടമാണ്. റബ്ബർ തോട്ടത്തിലേക്ക് കിടക്കുന്നത്. പിന്നെ അതുകൂടാതെ ഇവിടെ അതിരാണി എല്ലായിടത്തും ഉണ്ട്. പിന്നെ അതുകൂടെ ഈ കിടക്കുന്നത് ഒരു ടൈപ്പ് ചെടിയാണ്. ഇതിൻ്റെ പേര് നമുക്ക് പറയാൻ അറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. ഇതൊരു വള്ളിച്ചെടിയാണ് കേട്ടോ. അതാണ്ട് ഇതൊരു ടൈപ്പ് ചെടിയാണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത മേച്ചിൻപുറങ്ങൾ തേടി പോവാം. ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഞാൻ വാവച്ചിയുടെ കൂടെ ഇങ്ങനെ പോവുകയാണ്. ആഹാ, ഇത് പണ്ട് കാലങ്ങളിലൊക്കെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന ചെടി. കളിച്ച ഒരു ചെടിയാണിത്. പൂച്ചവാല ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ്. അല്ല, ഇതിന്റെ തൈ എടുക്കണ്ടേ? മുറ്റത്ത് തറയിൽ നടാൻ രീതിക്ക് പിന്നെ എടുക്കാം. അല്ല, പൊടിപ്പിക്കണ്ടേ? ഓ, ഒരു തൈ എടുക്കും. 2 കളറുണ്ട്. അതുകൊണ്ടാണ് രണ്ടെണ്ണം ഇപ്പോഴാകുമ്പോൾ അറിയാം. അത് ചെറുതോക്കി എടുത്താണ് കണ്ടോ. 2 കളറുണ്ട്. ഞങ്ങൾ ഇതുവരെ ഇത് കണ്ടിട്ടില്ല കേട്ടോ, ഈ ഒരു കളറ്. ഇവിടെ വന്ന് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് തറയിൽ നട്ടല്ലേ മറ്റ് ചെടിയെ കൂടെ എനിക്ക് തോന്നുന്നു തണൽ കിട്ടുമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആ വീട് മുറ്റം ശരിയാക്കുമ്പോൾ അപ്പോഴെടുത്താൽ മതിയെന്നു. വേറെ എപ്പോഴാലും കിട്ടത്തില്ലേ? കണ്ടോ, എല്ലയൊക്കെ കണ്ടോ. വെച്ചോയെ, കയ്യിൽ വെച്ചോയെ. ഇനി അടുത്ത് ഈ കളർ. ഇതല്ലാതെ വേറെ ഏതെങ്കിലും കളർ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. മറ്റേത് കൂടെ എടുക്കട്ടെ, ഒരു ചെറിയ തൈ കൂടി. ഇത് കണ്ടോ,
ചെറിയ തൈ അങ്ങനെ 2 കളറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇത് അങ്ങനെ നമ്മുടെ വീട്ടിന്റെ മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് കാണുന്നത് ഈ നിൽക്കുന്ന ഐറ്റം ഇത് നമ്മുടെ ഇവിടെ ഈ ഗ്രാമപ്രദേശങ്ങളിലും ഈ നാട്ടിൻ പ്രദേശങ്ങളിലും ഈ ചെടിക്ക് യാതൊരു വിലയില്ല. പക്ഷേ നമ്മൾ ഗാർഡനിൽ പോകുമ്പോഴാണ്, പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഈ ഓൺലൈൻ സൈറ്റുകളിൽ നോക്കുമ്പോഴാണ് ഇതിന്റെ വില അറിയുന്നത്. കാരണം നമുക്ക് ഇത് സ്ഥിരം കണ്ട് ഈ ചെടിക്ക് ഇത് മാത്രമല്ല, അങ്ങനെ കുറേ ചെടികൾ നമുക്കൊരു യാതൊരു വിലയും നമ്മൾ കൊടുക്കാത്തതെന്ന് പറയത്തില്ലേ, അങ്ങനെയുള്ളൊരു ചെടിയാണ് കേട്ടോ അതാ ഇത്. പക്ഷേ നമ്മൾ ഇതെന്തിന് നമ്മളെ ഗാർഡനിൽ ഈ ചെടി എന്നൊരു രീതിക്കാണ് എല്ലാവരും ഈ ഒരു ചെടിയെ കാണുന്നത്. കാരണം ഇത് നമ്മളിവിടേക്കെന്ന് പറയുമ്പോൾ ആരും നോക്കത്തുണ്ടോ. ഇപ്പം തന്നെ എൻ്റെ അകദേശം അത്ര പൊക്കമുണ്ട്, അങ്ങനെ പൊങ്ങിപ്പോകും. പക്ഷേ പൊങ്ങേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് എടുത്തിട്ടുണ്ട്, ഒരു തൈ നമ്മൾ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മളെ വീട്ടിൽ നട്ട് വെച്ചിട്ടുണ്ട്, നേരത്തെ കിട്ടിയിട്ടുണ്ട്. നമ്മളതാ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് പണ്ട് കാലങ്ങളിൽ അവർ നട്ടിട്ടിരുന്നതാണ് കേട്ടോ. അതാ ഇത് നോക്കി, ഇതൊക്കെ ഓരോ ടൈപ്പ് ചെടികളാണ്. അതാ ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട് കേട്ടോ. ഈ ചെടി ഇത് നമ്മൾ നട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഇത് നമുക്കിവിടെ റബ്ബർ തോട്ടത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അച്ഛൻ എടുത്തുകൊണ്ട് നട്ടു വെച്ചേക്കുന്നത് റബ്ബർ തോട്ടത്തിൽ നിന്ന് ഇവിടെ അയഞ്ഞ് കിട്ടിയതാണ്. പിന്നെ അതുകൂടാതെ താണ്ട് ഈ ഐറ്റം ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയതാണ്. ഇവരിവിടെ നട്ടേക്കുന്നത്. അതാണ് ഇത് സൂപ്പറുണ്ട്. ഇത് നമുക്ക് അടിപൊളി കളറുണ്ട്. എന്താ വാവച്ചി പറയുന്നത്, ഇതെന്ന് പറയുമ്പോഴത്തേക്ക് 250 രൂപയും കണ്ടാണ് സൈറ്റിനകത്ത് വിലയുള്ളതെന്ന്. ഈ ഐറ്റം കണ്ടോ, പക്ഷെ ഇതിവിടെ ഇത് കണ്ടോ, ഇതിപ്പം നമ്മളെ നിന്നും 2 ആൾ പൊക്കത്തിൽ പൊങ്ങിയിരിക്കുക. ഇതും അതേപോലെ അതൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. പിന്നെ ഇതൊക്കെ ഒരു തൈ എടുത്തോ. ഇത് നമ്മൾ എടുത്തിട്ടില്ലല്ലോ തൈ. ഇതും ഒരു തൈ എടുത്തിട്ടുണ്ട്. നമ്മുടെ പറമ്പിലോട്ടാണ്. നമ്മളതാ പോകുന്ന വഴിക്ക് ഒരു പുളിഞ്ചീര പൂവൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് പുളിഞ്ചിയാണ്. പുളിഞ്ചി ഇവിടെ നിൽക്കുന്നത്. ഇതാണ് പുളിഞ്ചി. ഇതിൻ്റെ ഇടയ്ക്ക് താഴെ ഒരു ഐറ്റം ഉണ്ട്, അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് നമ്മളതാ ഇപ്പോൾ പോകുന്നത്. ഈ ഐറ്റം പേര് എന്ന് പറയുന്നത് ട്രസീന എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഏത് ഗാർഡനിൽ പോയാലും ഏറ്റവും കൂടുതൽ വില വരുന്ന ഒരു ഐറ്റം. പക്ഷേ ഇവിടെ ഇത് കാട്ടിലാണെന്ന് മാത്രമല്ല, അവർ വേലിക്കമ്പായിട്ട് ഇത് നട്ടു വെച്ചിരിക്കുകയാണ്. അത് ഏതോ കാലത്ത്, അതാണ് ഇത്രയും പൊങ്ങിയൊക്കെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതുവരെ ഞാൻ ഈ ഗാർഡനിൽ ഈ ചെടി ഞാൻ കണ്ടിട്ട് ഇതുവരെ ഇത്രയും പൊങ്ങിയും കണ്ടിട്ടില്ല. അത് കുറ്റിയായിട്ട് അതെ വേറൊരു മോഡൽ നല്ല ഭംഗിയായിരുന്നു. നിങ്ങൾ എവിടെ ചെന്ന് നോക്കിയാലും ഈ ചെടി നിങ്ങളൊന്ന് നോക്കുക. നിങ്ങൾ നോക്കുമ്പോൾ ഇത്രയും വലിയ ഇല പോലും അല്ലായിരിക്കും, ചെറിയ ഇലയായിരിക്കും. എന്ത് ഭംഗിയാണെന്നറിയാം. പക്ഷേ എന്താ പറയുക, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് ഇങ്ങനെ അതെ നമ്മളതാ ഇതിൽ നിന്നൊരു തൈ എടുത്തതാണ്. ഇത് കണ്ടോ, ഇത് നമ്മുടെ തൈ എടുത്തതാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ തൈ, അതെ ചെറിയ തൈ എടുത്തത്. ഇത് നമുക്ക് നടാൻ വേണ്ടി എടുത്തതാണ്. ഇത് ട്രസീന എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അതെ ഇത്രയൊക്കെയാണ് ഇന്ന് നമുക്ക് ഇവിടെ നമ്മളെ അനിയൻ്റെ വീട്ടിൻ്റെ അടുത്തുനിന്ന് കിട്ടിയിരിക്കുന്നത്. ഇതിൽ കുറേ നമ്മളവിടെ ഉണ്ട്, അതുകൊണ്ട് നമ്മളെല്ലാം എടുത്തിട്ടില്ല. ഇത് കുറ്റിയായിട്ട് നമ്മൾ നിർത്തിയാണ്. നമുക്ക് അതിൻ്റെ സൈഡിലൊക്കെ നടത്താം. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ പറമ്പിലെ അനിയൻ്റെ വീട്ടിലെ പ്ലാന്റ് കണ്ടു. അതെ, വീട്ടിൽ നിന്ന് കിട്ടിയ പ്ലാന്റ്സ് ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി നിശ്ചയിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പറമ്പുമായിട്ടും കാണാം, വീഡിയോ ആയിട്ടും കാണാം. താങ്ക് യു.